കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം 33:20. ഇത് യഹോവയാം ദൈവം മോശയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു മനുഷ്യൻ എന്നെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. ഇവിടെ മോശ ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യപ്പെടുക. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, ഈ ജനത്തെ നയിക്കുവാൻ ഞാൻ നിനക്ക് മുമ്പായി ഞാൻ കടന്നു പോകുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടി ഇരിക്കും. അത് മോശയോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഈ ജനത്തിൻ്റെ നടുവിൽ നടക്കാൻ ദുശാഠ്യവും മാത്സര്യവും പിറുപിറുപ്പുമുള്ള ഈ ജനത്തിൻ്റെ നടുവിൽ നടക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സമാഗമന കൂടാരമൊക്കെ ഉണ്ടാക്കാൻ മോശയോടൊക്കെ പറയുന്നത്. അപ്പോൾ മോശയ്ക്ക് പക്ഷേ ദൈവത്തെ ഒന്ന് കാണണം. ദൈവത്തിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് മോശ സംതൃപ്തനാകുന്നില്ല. മോശയ്ക്ക് ദൈവത്തിൻ്റെ മുഖം ഒന്ന് കാണണം. കർത്താവിൻ്റെ സാന്നിധ്യം മോശ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. ദൈവ സാന്നിധ്യം അതിൻ്റെ അളവിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം ഭൂമിയിൽ ആർക്കും തന്നെ അനുഭവിക്കാൻ കഴിയത്തില്ല. 1 തിമോഥെയോസ് 6 അധ്യായം അതിൻ്റെ 15-16 വചനം വായിക്കുമ്പോൾ, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയാത്ത ദൈവം. നാം വേറെ ദിവസം പഠിക്കുമ്പോൾ യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ അവിടെ സാറാഫോൾ ദൈവത്തെ ആരാധിക്കുന്നത് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സാറാഫോൾക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ തേജസ്സിൽ, ആ മഹത്വത്തിൽ ദൈവത്തെ പൂർണ്ണമായി കാണുവാൻ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അപ്പോൾ മോശ ആവശ്യപ്പെടുകയാണ്, കർത്താവെ, മോശയ്ക്ക് പറയണമെന്നുണ്ട് നിൻ്റെ മുഖം കാണണമെന്ന്. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, എൻ്റെ മുഖം ആർക്കും കാണാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. അപ്പം പിന്നെ മോശയ്ക്ക് നിൻ്റെ തേജസ് കാണിച്ചു തരണമേ ചോദിക്കുന്നുണ്ട്. അവിടെയും കർത്താവ് മോശയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കും. ഈ ദൈവത്തിൻ്റെ തേജസ് കാണാൻ അഥവാ ദൈവത്തിൻ്റെ മുഖം കാണാൻ ആഗ്രഹിച്ച മോശയോട് പറയുന്നുണ്ട്, ഇവിടെ ഒരു പാറയുണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അപ്പോൾ ആ തേജസ് മോശയ്ക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. മോശയ്ക്കത് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ നിനക്ക് കാണുവാൻ സാധ്യമല്ല. അപ്പോൾ ഇതാണ് ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. മാത്രമല്ല, യഹോവയാം ദൈവം ഹോരേബ് പർവ്വതത്തിൽ വെച്ച് അവിടെ മോശയോട് പറയുന്നു, ഇസ്രായേൽ ജനത്തെ കൂട്ടിവരുത്തുവാൻ പറയുന്നുണ്ട്. എന്തിനാ കൂട്ടിവരുത്താൻ പറഞ്ഞത്? ദൈവത്തെ അനുസരിച്ച് നടക്കേണ്ടതിനും ദൈവം കൽപ്പിച്ച കൽപ്പനകൾ അവർ കേട്ട് അവരെ കൊണ്ടു ചെല്ലുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടക്കേണ്ട ചട്ടങ്ങളും വിധികളും അവരോട് ഉപദേശിക്കേണ്ടതിന് മോശയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ജനത്തോട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിയിക്കുന്നുണ്ട്. ആ ശബ്ദം അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കർത്താവിൻ്റെ മുഖം കാണാൻ പറ്റിയില്ല. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ ഭയപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതിന് കാരണം പറയുന്നുണ്ട്, പർവ്വത ആകാശ മധ്യത്തോളം തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു. ആവർത്തന പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ആ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ നടുവിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇവർ ഭയപ്പെട്ടുപോയി, ദൈവത്തെ ഭയപ്പെട്ടുപോയി. ഇങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ ശബ്ദം. അവിടെ കൂരിരുളുണ്ടായിരുന്നു, അഗ്നി ഉണ്ടായിരുന്നു, പുക വമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ ആ ശബ്ദം കേട്ടിട്ടോ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അപ്പോൾ മനുഷ്യൻ ഇന്നും അങ്ങനെയാണ്. ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സംസാരം, ദൈവത്തിൻ്റെ അരുളപ്പാടുകളോ ദൈവത്തിൻ്റെ സംസാരമോ ദൈവത്തിൻ്റെ ഇഷ്ടമോ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് മനുഷ്യന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് മനുഷ്യന് ബോധിച്ച ദൈവങ്ങളെ ഉണ്ടാക്കുന്നത്. അത് ദൈവമെന്ന് കരുതി മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വിലങ്ങുതടിയാകാതിരിക്കാൻ,
മനുഷ്യൻ്റെ ഇഷ്ടത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യൻ ദൈവമെന്ന് പറഞ്ഞ് പലതിനെ ഉണ്ടാക്കി ആരാധിക്കുന്നതിൻ്റെ ഒരു കാരണം അതാ. അപ്പോൾ ഈ ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കണം. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയപ്പോൾ ഈ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കണം. അതിന് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുക, അല്ലാതെ മറ്റൊരു വഴിയില്ല. മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവിൻ്റെ ആ യാഗമരണത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വഴി തുറക്കപ്പെടുകയാണ് ചെയ്തത്. അത് ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, യേശു ആണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ സംബോധന ചെയ്ത് പ്രാർത്ഥിക്കാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവർ ചോദിക്കുന്നുണ്ട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പിതാവാൻ ദൈവത്തെ അഥവാ യഹോവയാൻ ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു അവരോട് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ, അതായത് ദൈവത്തിൻ്റെ പ്രതിമയായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് അവിടെ യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുക. ഞാനും എൻ്റെ പിതാവും, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒന്നാകുന്നു. പിതാവിനെയും യേശുവിനെയും വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. യേശുവിനെ കണ്ടിരിക്കുന്നവൻ പിതാവാൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ പിതാവും യേശു ഒന്നാകുന്നുവെന്ന് യേശു ഭൂമിയിൽ വെച്ച് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തത് നിറവേറുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ പരമയാഗത്തിലൂടെയാണ് നിറവേറുന്നത്. കർത്താവിൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവാം ദൈവത്തിങ്കിലേക്കുള്ള വഴി തുറന്നു തന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പിതാവാം ദൈവത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യേശു പഠിപ്പിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും സ്വന്തമായിട്ടൊന്നും യേശു പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 14:10 പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ പിതാവാം ദൈവം, യഹോവയാം ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവമാണ് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനോട് സ്നാനപ്പെട്ട് ചേർന്ന, യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നു. ഇത് നാം ശരിക്കും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ ഉണ്ടാകുന്നുള്ളൂ. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹം നമ്മൾ വർദ്ധിക്കുന്നുള്ളൂ. ഈ ഭയമില്ലാത്തത് കാരണമാണ് പലപ്പോഴും നമ്മളിൽ അവിശ്വാസം വരുന്നത്. ദൈവസ്നേഹം വർദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവവചനത്തെ സംശയിക്കുന്നത്. വ്യക്തമായി കർത്താവായ യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ യേശുക്രിസ്തുവിലൂടെ ദൈവം ഫലമേൽപ്പിച്ച ദൗത്യങ്ങൾ, ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. യേശുവിനെ കാണിച്ചു കൊടുത്ത് യേശുവിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞതനുസരിച്ച് നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മസ്നാനം പ്രാപിച്ചതിന് ശേഷം ഈ സുവിശേഷവുമായി ലോകത്തെ ദൈവം അയക്കുന്ന സകല സ്ഥലങ്ങളിലും കടന്നു ചെന്ന് യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ, ആ ദൈവമർമ്മത്തെ, യേശുക്രിസ്തു എന്ന സത്യത്തെ, സത്യദൈവത്തെ മറ്റുള്ളവർക്ക് നാം തിരുവെഴുത്തുകളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കണം. വാസ്തവത്തിൽ അതൊരു വെളിപ്പാടാണ്, ദൈവീയ വെളിപ്പാടാണ്. യേശുക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നതൊരു വെളിപ്പാടാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്, ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാനതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൽ പിതാവ് വസിക്കുന്നു, പിതാവിൽ യേശുക്രിസ്തു വസിക്കുന്നു എന്നൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷേ ഒരിക്കലും എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത കടന്നു വന്നു, ദൈവം തന്നെ വചനം ജഡമായി തീർന്നു എന്നാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ വചനമാകുന്ന
യേശുക്രിസ്തു വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായവനാണ് മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, മനുഷ്യപുത്രനായിട്ട് മനുഷ്യവേഷത്തിൽ വന്ന യേശുവിന് ഈ ലോകമെമ്പാടുമുള്ള സകല ജനത്തെയും തൻ്റെ കാൽവരി ക്രൂശിലൂടെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാണ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച് ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയെ ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ മനസ്സിൽ സംശയമെന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു വെളിപ്പാട് കണ്ടു. അതായത് സ്വർഗതലത്തിൽ ആകാശമുട്ട് ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രൂപം, അത് കാണുന്നത്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണുന്നത്, ഞാൻ കാണുന്ന വെളിപ്പാടിലാണ് കാണുന്നത്. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാടിൽ കാണുക. അപ്പോൾ തന്നെ ഞാൻ ഒരു ശബ്ദം കേട്ടു. ഞാൻ സ്വർഗവും ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമല്ലയോ? ഞാൻ ഭയപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അതൊരു വെളിപ്പാടാണ്. നമുക്കിന്ന് കാണാൻ പറ്റുന്ന, ക്രിസ്തുവിനെ കാണാൻ പറ്റുന്ന വെളിപ്പാടിലൂടെയാണ്, ദർശനത്തിലൂടെയാണ്, സ്വപ്നത്തിലൂടെയാണ്, തിരുവെഴുത്തുകളിലൂടെയാണ്. ഈ കർത്താവിനെ കാണുന്നവൻ പിതാവാൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഇരമ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം ഇരമ്യാപ്രവചനത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ സ്വർഗവും ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമല്ലയോ? അപ്പോൾ ഈ വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നാം പ്രാപിക്കണം. ഓരോ വിശ്വാസിയും പ്രാപിക്കണം. നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ നമ്മൾ ആൾ മാറിയവരെ പോലെ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ ഓരോ പർവ്വതത്തിൽ വെച്ച് ദൈവം ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ഈ ജനം ഒരു രൂപവും കണ്ടില്ല. അവർ ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആവർത്തന പുസ്തകം 4:15, 16, 17, 18 ഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്ത് മോശയോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഓരോ വ്യക്തിയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അവിടെ ദൈവം ചോദിച്ച ഒരു കാര്യം മോശ കോട്ടയിൽ എഴുതിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിക്കാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. എനിക്ക് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കപ്പെടുന്ന ഈ സർവ്വഭൂമിയിലുള്ള സകല ക്രിസ്ത്യാനികളോട് ചോദിക്കേണ്ടത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യനാണ്. വേദപുസ്തകത്തിൽ ഇത്രയും വ്യക്തമായി, പുറപ്പാട് പുസ്തകത്തിലും മറ്റ് ആവർത്തന പുസ്തകം, എല്ലാ പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കും, പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ വാസ്തവമായി ദൈവത്തെ നമ്മൾ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ആ ദൈവം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതെങ്ങനെ സംഭവിച്ചു? ഈ ദൈവം സൃഷ്ടിച്ച പലതിൻ്റെയും ഷേപ്പിലും രൂപത്തിലും ഭാവത്തിലും ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഞാനിത് ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്നത്, മറ്റ് ജാതികളോട് ഇത് പറയേണ്ട കാര്യമില്ല. കാരണം ഈ ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്ന കാര്യം യഹോവയാം ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാകും. സകല ജഡത്തിനും ഭക്ഷണം കൊടുക്കുന്നവൻ ആ ദൈവം തന്നെയാണ്. ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും മഞ്ഞും മഴയും പെയ്യിക്കുന്നവൻ ആ ദൈവം തന്നെയാണ്. പക്ഷേ താൻ തിരഞ്ഞെടുത്ത ജനത്തിന് ദൈവം ചില കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്, നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് കർത്താവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ ദൈവം അധികാരം നൽകിയിട്ടില്ല. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ദൈവവുമില്ല. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നാം പ്രവർത്തിക്കാൻ നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ അവയൊന്നും ദൈവങ്ങളുമല്ല. അവയോട് പ്രാർത്ഥിച്ചാൽ മറുപടിയുമില്ല. അത് ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ, അവയെ സേവിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ പാപവുമാകുന്നു. അപ്പോൾ ഈ ജീവനുള്ള ദൈവത്തെ
യേശു ക്രിസ്തുവിലൂടെ കണ്ടെത്തുവാനാണ്, മനസ്സിലാക്കുവാനാണ്, ഗ്രഹിക്കുവാനാണ്, ഉൾക്കൊള്ളുവാനാണ്, സ്വീകരിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതും തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ കാൽവരി ക്രൂശീകരണത്തിലൂടെ കർത്താവ് വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി മാറ്റി, ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാക്കി മാറ്റില്ല. ആ ജനം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ഒരിക്കലും തന്നെ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി നാം മരിച്ചു പോയാലും നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിശ്ചയമായിട്ടും ആ സമയത്ത് തന്നെ സ്വർഗത്തിൽ പോകും. അപ്പോൾ ആ ആത്മാവിൻ്റെ നിലനിൽപ്പ് ഈ ഭൂമിയിലെ ക്രിയകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ, അവൻ ദൈവത്തെ അറിയാതെ മരിച്ചു പോയാലും ക്രിസ്തുവിനെ അറിയാതെ മരിച്ചു പോയാലും അവൻ്റെ ആത്മാവിനെ രക്ഷിപ്പാൻ യേശുവിനെ കൂടാതെ സാധ്യമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിൽ കാണും. അതുകൊണ്ട് തന്നെ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഈ ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുമ്പോൾ മാത്രമല്ല, ഈ സമാധാനത്തിൻ്റെ സുവിശേഷം, ഈ സത്യസുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ദൈവീയ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്നത്. ജനം അംഗീകരിക്കുകയോ അംഗീകരിക്കാതെയോ ഇരിക്കട്ടെ, പ്രൈസ്തലോ. എന്നാൽ ഒരിക്കൽ സകലരുടെയും മുഴങ്കാലുകൾ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ എൻ്റെ യേശുവിൻ്റെ മുമ്പാകെ മടങ്ങും. ഇന്ന് മടക്കിയില്ല എങ്കിലും ആമേൻ, മരണാനന്തരം ആമേൻ, എവിടെ ആത്മാവ് പോയാലും, അത് പാതാളത്തിൽ പോയാലും, അത് വെള്ളത്തിൽ കിടന്ന് മരിച്ചു പോയാലും, എവിടെ പോയാലും ആ വ്യക്തിയെ പൂർണ്ണമായി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ന്യായവിസ്താര സമയത്ത് കൊണ്ടു നിർത്തി ആമേൻ സ്വത്വം വിധിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ മടങ്ങുമെന്ന് പറയുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങിൽ വിശ്വസിക്കുന്ന അങ്ങയുടെ ജനത്തെ കർത്താവെ, ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ കർത്താവെ, ദൈവത്തെക്കുറിച്ച് ആമേൻ, സ്വർഗത്തെക്കുറിച്ച്, സ്വർഗീയധനങ്ങളെക്കുറിച്ച്, അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അങ്ങയുടെ ജനം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചെടുത്ത് കച്ച അരയോട് പറ്റിയിരിക്കുന്ന പോലെ ദൈവത്തോട് പറ്റിയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തെ അറിയാത്ത ജനം സത്യസുവിശേഷം കേൾവിയിലൂടെ കർത്താവിനെ അറിയുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.